ഒരു ഉദ്ഘാടന മാമാങ്കം കൊണ്ട് ചരിത്രത്തെ മുഴുവൻ മാച്ചുകളയാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതുന്നത്. അദാനി കൊടുക്കുന്ന ബലൂണുകൾ കാറ്റിൽ പറത്തി അതിന്റെ ആഘോഷത്തിൽ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ, ആരംഭിച്ചു എന്ന് എനിക്ക് എപ്പോഴും അറിയില്ല, കാരണം അത് വേറെ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും അദ്ദേഹം ചെയ്ത പ്രധാനമായൊരു തെറ്റ്, വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടായതല്ല എന്ന് മാത്രമല്ല, അതുണ്ടായത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ബലരാമവർമ്മ, ചിത്ര തിരുനാൾ ബലരാമവർമ്മ തന്നെ വിഴിഞ്ഞത്ത് ഒരു തുറമുഖം, വലിയ തുറമുഖം വേണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ്. അതിനുശേഷം കെ കരുണാകരനും അതിനു മുമ്പ് എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോഴും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. കെ കരുണാകരൻ ചില നടപടികൾ സ്വീകരിച്ചു. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതിന് ടെൻഡർ ക്ഷണിക്കുകയും ചില പ്രശ്നങ്ങൾ ചൈനീസ് കമ്പനിയുമായി ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് ഈ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കുന്നതിൽ നിർണായകമായൊരു തീരുമാനമായിരുന്നു എന്ന് തലയ്ക്ക് വെളിവുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കാരണം ആ ഘട്ടത്തിൽ ഇതൊരു കടൽ കൊള്ളയാണ് എന്ന് ഫുൾ പേജ് എഴുതിയ ആളുകളാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്ന CPM അടക്കമുള്ള ആളുകൾ. ദേശാഭിമാനിയുടെ ആ പേജ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കടൽ കൊള്ളയാണ്. കടൽ കൊള്ള എന്നത് തങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോൾ വലിയ വികസന പദ്ധതിയായി മാറിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുക അത്ര എളുപ്പമല്ല. മാത്രവുമല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പേരുകൾ പറഞ്ഞപ്പോൾ കൃത്യമായി ഒഴിവാക്കിയ രണ്ട് പേരുകൾ, ഒന്ന് വി എസ് അച്യുതാനന്ദന്റെയും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെയുമാണ്. അത് എത്രത്തോളം നീതികേടാണ് എന്ന് ഇത് കാണുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ പഴയ പോലെയല്ല, പഴയകാല ചരിത്രമൊന്നുമല്ല ഇപ്പോഴത്തെ ചരിത്രം. അതവിടെ നിൽക്കട്ടെ. തീർച്ചയായും ഉമ്മൻചാണ്ടി അന്ന് ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ, CPM പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ ഇന്നും വിഴിഞ്ഞത്ത് തുറമുഖം ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ശരിയുമാണ്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം എന്നത് എന്തോ ഒരു വലിയ വികസനമാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം വിഴിഞ്ഞം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വല്ലാർപാടം മറന്നു പോകരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയ നിർദ്ദേശം. കാരണം 2008 മുതൽ 2008 മൂലമ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ നിർബന്ധമായി കുടിയൊഴിക്കുമ്പോൾ നമ്മളോട് അന്ന് ഇവിടെ അധികാരികളായിരുന്നവർ, MP-മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞത് കൊച്ചി ഇതാ ദുബായ് ആവാൻ പോകുന്നു, സിംഗപ്പൂർ ആകാൻ പോകുന്നു എന്നാണ്. 2011-12 ഈ തുറമുഖം ആരംഭിച്ചു, വല്ലാർപാടം ആരംഭിച്ചു. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ടും കൊച്ചി ദുബായിയോ സിംഗപ്പൂരോ ഒന്നും ആയില്ല എന്നത് ഒരു കാര്യം. രണ്ട്, അന്ന് കുടിയിറക്കപ്പെട്ട 316 കുടുംബങ്ങളിൽ 250-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും തെരുവിലാണ്, മൂലമ്പള്ളി അടക്കം. അവർക്ക് ഒരു പുനരധിവാസവും കിട്ടിയിട്ടില്ല. ഹൈക്കോടതി വിധിയുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഒപ്പിട്ട ഉത്തരവുണ്ട്. മന്ത്രിമാരുമായി ഇരുന്ന് വലിയ ഉത്തരവാദപ്പെട്ട ആളുകൾ, ബഹുമാന്യരായ പുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇരുന്ന് ഒപ്പിട്ട മിനിറ്റ്സ് ഉണ്ട്. ഇതിലെ കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 16 വർഷം കഴിഞ്ഞു. അവർക്ക് ജോലി കൊടുത്തോ? ഇവിടെ 10,000-കണക്കിന് ജോലി കിട്ടുന്നതാണ് പറഞ്ഞത്. ഞാൻ 10,000-കണക്കിന് ജോലിയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഈ 316 കുടുംബങ്ങളിലെ ഒരാൾക്ക് അർഹരായ ഒരു ജോലി കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞു. ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കൊച്ചിൻ പോർട്ട് ഏതാണ്ട് നാശത്തിന്റെ വക്കിലാണ്. കൊച്ചിൻ പോർട്ടിന് ആകെ ഡ്രഡ്ജിന്റെ ജോലിയുണ്ട്. ആ ഡ്രഡ്ജിങ്ങിന്റെ കാശ് കൊണ്ട് കൊച്ചിൻ പോർട്ടിലെ ജോലികൾ പലതും ഇല്ലാതായി എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കൊച്ചിൻ പോർട്ട്. വല്ലാർപാടത്ത് വിചാരിച്ച ഒരു തരത്തിലുള്ള കണ്ടെയ്നറും വന്നില്ല, ഒരു സംഗതിയും വന്നില്ല. അതിനുവേണ്ടി ഒരു റെയിൽ പണിതിട്ടിട്ട് ഒരു മിനിറ്റിൽ 3 കണ്ടെയ്നർ, അല്ലെങ്കിൽ 3 മിനിറ്റിൽ 1 കണ്ടെയ്നർ വീതം അതിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞ ആ റെയിൽ പാതയിൽ ഒരു ട്രെയിൻ പോയി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാണ് ഇപ്പൊ ആ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഒരു കണ്ടെയ്നർ ട്രെയിൻ ടെസ്റ്റിന് പോലും അതിലെ പോയിട്ടില്ല. എന്തിനാണ്? അതിനുവേണ്ടിയാണ് 150 കുടുംബങ്ങളെ കുടിയൊഴിച്ചതെന്ന് ആലോചിക്കുക. 150 കുടുംബങ്ങളെ കുടിയൊഴിച്ച റെയിൽ ഉണ്ടാക്കിയത്. ഒരു തീവണ്ടി അതിലൊന്ന് പോയി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ വികസനത്തിന്റെ വലിയ പേര് പറയും. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇതുവരെ റോഡ് വന്നിട്ടില്ല, റെയിൽ വന്നിട്ടില്ല, ബ്രേക്ക് വാട്ടർ മുഴുവനായിട്ടില്ല. ഇത് അദാനിയുടെ ഷോ ആണ്. അദാനിക്ക് വേണ്ടി പകുതിയായ ഒരു തുറമുഖം ഉദ്ഘാടനം ചെയ്തു എന്ന് കാണിക്കുക, അതിന്റെ പുറത്ത് പിണറായി വിജയൻ നേട്ടമുണ്ടാക്കി എന്ന് പറയുക, സഖാക്കൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാചകമണി നടത്തുക. മറ്റൊന്ന്, വിഴിഞ്ഞത്തിന്റെ കരാറിൽ വലിയ തട്ടിപ്പുണ്ട്. അദാനിക്ക് 16 കൊല്ലം വരെ ഒരു പൈസ പോലും സർക്കാരിന് തിരിച്ചു കൊടുക്കണ്ട. പണം മുഴുവൻ മുടക്കുന്ന സർക്കാർ, ഭൂമി എടുത്തു കൊടുക്കുന്ന സർക്കാർ, പോകുന്നത് നമ്മുടെ കടൽ. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശം വേറെയാണ്. നമുക്കിപ്പോൾ അറിയാം.
അവിടെ ബ്രേക്ക് വാട്ടർ വരുന്നതോടു കൂടിയാണ് നമ്മുടെ ഏറ്റവും പ്രമുഖമായ ശംഖുമുഖം തുറമുഖം കടൽ കയറിപ്പോയത്. ശംഖുമുഖത്ത് തുറമുഖം ഏതാണ്ട് ഇല്ലാതായി. മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആഴ്ചയിൽ 3-4 പ്രാവശ്യമാണ് ഇപ്പോൾ അവിടെ മത്സ്യബന്ധന തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നത്. എത്ര പേരാണ് അവിടെ മരിച്ചുപോയത്? ഇതിനുവേണ്ടി കുടിയൊഴിക്കപ്പെട്ട ആളുകൾ ഇപ്പോഴും സിമന്റ് ഗോഡൌണുകളിൽ കഴിയുകയാണ്. അവരുടെ ശക്തമായ സമരം നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ നിർത്തിക്കൊണ്ട് ഈ വികസനത്തിന്റെ ബലൂൺ ഇങ്ങനെ പറപ്പിക്കുക. എന്നിട്ട് ആർക്ക് ജോലി കിട്ടും? എത്ര പേർക്ക് ജോലി കിട്ടും? ഇപ്പൊ 6000 പേർക്ക് ജോലി കിട്ടുന്നത്. ഇവിടെ 10,000 കണക്കിന് ആളുകളുടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞതാണ്. കിട്ടിയോ നമുക്കറിയില്ല. ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. ഉള്ള ജോലി പോവായിട്ടത്. നേരെ മറിച്ച് തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് ഉണ്ടാവുക. അദാനിയുടെ വലിയ സ്തംഭങ്ങൾ വരും, അദാനിയുടെ വലിയ കെട്ടിടങ്ങൾ വരും, റിയൽ എസ്റ്റേറ്റ് വരും, ഒക്കെ വരും. പക്ഷേ വിഴിഞ്ഞം തുറമുഖം ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. കാരണം അദാനിക്ക് തന്നെ മുന്ദ്രയിൽ തുറമുഖമുണ്ട്, അദാനിക്ക് തന്നെ പങ്കുള്ള കൊളംബോയിൽ തുറമുഖമുണ്ട്. ഇവിടെ അത്ര നന്നാക്കണമെന്നൊന്നും അദാനിക്ക് തോന്നേണ്ട പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. മാത്രമല്ല നമ്മുടെ തുറമുഖം കയറ്റിറക്കിൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന തുറമുഖമാണ് എന്നൊരു പരാതിയുണ്ട്. കാരണം ഇവിടെ കൂലി കുറച്ച് കൂടുതലാണ് ആർത്ഥത്തിൽ. അപ്പോൾ ഇത് വിഴിഞ്ഞം തുറമുഖം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. എത്ര ആളുകൾക്ക് ജോലി കിട്ടി? തിരുവനന്തപുരം ദുബായ് ആയോ സിംഗപ്പൂരായോ എന്നൊക്കെ. അവിടെ ഇനിയും റെയിലും റോഡും കൊണ്ടുവരാൻ എത്ര ആളുകളെ കുടിയൊഴിക്കേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇപ്പോഴും CPM ഹാൻഡിലുകൾ പലരും പറയുന്നത് ഇത് സാമ്പത്തികമായി വലിയ ദുരന്തമാണ് എന്ന് തന്നെയാണ്. അന്നത്തെ കണക്ക് തന്നെയാണ് പറയുന്നത്. കാരണം 16 കൊല്ലം കഴിയുമ്പോൾ ലാഭത്തിന്റെ 1% സർക്കാരിന് കൊടുക്കാൻ പോകുന്നു. അതെപ്പോൾ കിട്ടുമെന്ന് ആർക്കറിയാം? കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി 16 വർഷം. ഒറ്റ ചോദ്യം, ഇത് കമേഴ്ഷ്യൽ ഓപ്പറേഷനായി കണക്കാക്കി ഇവിടുന്ന് 16 വർഷമെങ്കിലും എടുക്കുമോ? എടുക്കാൻ സാധ്യതയില്ല. അദാനി പറയാൻ പോകുന്നത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻ അല്ല, ഇതൊരു ഷോ ഓപ്പറേഷനാണ്. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി ഇനി വർഷങ്ങൾ എടുക്കും. അത് കഴിഞ്ഞ് 16 വർഷം കഴിഞ്ഞ് തരാമെന്ന് പറയും. ഈ 16 വർഷം കഴിയുമ്പോൾ ഇന്നുള്ളവരിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നവരുടെ എത്ര പേർ ഓർക്കുമെന്നറിയില്ല. വല്ലാർപാടത്തിന്റെ കഥ നമ്മളൊക്കെ മറന്നുപോയല്ലോ അന്ന് പറഞ്ഞതൊക്കെ. അത് വിഴിഞ്ഞത്തിന് ഉണ്ടാകാതിരിക്കട്ടെ. വിഴിഞ്ഞം ഇതിന് ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ പാരിസ്ഥിതിക നാശങ്ങളും കുടിയൊഴിക്കലും എങ്കിലും ഒഴിവാക്കിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നിലനിർത്തി വളർത്താൻ കഴിയുമോ എന്ന വലിയ ചോദ്യം